ഇതേപോലെ വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് അധികം രാഷ്ട്രീയബോധമില്ലാത്ത മനുഷ്യരിലേക്ക് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഒരു ക്യാമ്പയിൻ തന്നെ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള LDF ഭരണവും അതിനു മുൻപുള്ള UDF ഭരണവും UDFന്റെ നേതൃത്വമൊന്നും മാറിയിട്ടില്ല. ആ നേതൃത്വം തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. 10 കൊല്ലം മുന്നേ അവരെങ്ങനെ കട്ടുപിടിച്ചുവോ അതുപോലെ തന്നെയാവും മുന്നോട്ട്. അവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു കേരളം? അങ്ങനെ വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇടതുവിരുദ്ധമായിട്ട് വോട്ട് ചെയ്യും. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് സഹിതം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രം: ചിന്തിച്ചു വോട്ട് ചെയ്യും. പ്രകടന പത്രികയിൽ പറഞ്ഞ 90-95% കാര്യങ്ങളും നടപ്പാക്കിയ ഒരു ഗവൺമെൻറ് വേണോ നിങ്ങൾക്ക്? അതോ ഇലക്ഷൻ സമയത്ത് ജയിക്കാൻ വേണ്ടി നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ മാത്രം തരുന്ന ഒരു ഗവൺമെൻറ് വേണോ നിങ്ങൾക്ക് തീരുമാനിക്കും. ഒന്ന് മാത്രം ഓർക്കുക: നമ്മളുടെ നാട് മുന്നേറുക എന്നത് നമ്മളുടെ കൂടി ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ ഉത്തരവാദിത്വ ബോധത്തോടെ തന്നെ ചെയ്യുക. നമ്മുടെ സമൂഹം മുന്നോട്ട് പോകണോ പിന്നോട്ട് പോകണോ എന്ന് ചിന്തിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ വോട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ: ഇനിയൊരു 15 കൊല്ലം കൂടെ കഴിഞ്ഞാലും ഈ ചേർത്തല കഴക്കൂട്ടം റീച്ചിന്റെ സ്ഥലം മുഴുവൻ കെട്ടി പണി ആരംഭിക്കാൻ പറ്റുമെന്ന് സംശയം.